ഇന്ന് നാം ചാപ്റ്റർ 1 ഹിസ്റ്ററിയിലെ റെവല്യൂഷൻസ് ദാറ്റ് ചേഞ്ച്ഡ് ദ വേൾഡ് എന്നുള്ള ചാപ്റ്ററിലെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഭാഗം 2 ആണ് നോക്കാൻ പോകുന്നത്. ഭാഗം 1 നിങ്ങൾ വിശദമായി കണ്ടിട്ടുണ്ടാവും. ഇന്ന് നാം ഭാഗം 2 ആണ് കാണാൻ പോകുന്നത്. ചാപ്റ്റർ 1 റെവല്യൂഷൻസ് ദാറ്റ് ചേഞ്ച്ഡ് ദ വേൾഡ്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പാർട്ട് 2. That is what we are going to learn today. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എങ്കിൽ നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. അപ്പൊ എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൽ പല സംഭവങ്ങളുള്ളതിൽ ഒരു സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി? So many events are associated with American War of Independence, and one of the events which is associated with American War of Independence is Boston Tea Party. Let us see what is Boston Tea Party. ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു. 1773 ഡിസംബർ 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നു. So what do you mean by Boston Tea Party? The Britishers charged high tax from the people of America, and they decided to protest against such move like the salt satyagraha in India. And on 16th December 1773, a group of people, ജനക്കൂട്ടം, disguised as the Red Indians, വേഷം മാറി, disguised എന്ന് പറഞ്ഞാൽ വേഷം മാറി, as Red Indians, boarded the ships, അവർ കപ്പലിൽ കയറുകയും രാത്രി ബോസ്റ്റൺ തുറമുഖത്തിൽ എത്തിയപ്പോഴേക്കും 342 പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു, തേയില പെട്ടികൾ. അതിനെ നാം ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് അറിയപ്പെടുന്നു. Now let us move into another area. ഏതൊക്കെ ചിന്തകന്മാരാണ് ഈ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ സ്വാധീനിച്ചതെന്ന് നോക്കാം. ഇംഗ്ലീഷുകാരുടെ ചൂഷണ നിയമങ്ങൾക്കെതിരായി പോരാടാൻ ചില ചിന്തകന്മാരുടെ ആശയങ്ങൾ കോളനിക്കാർക്ക് പ്രചോദനം നൽകി. ചിന്തകരെയും അവരുടെ ആശയങ്ങളെയും ആണ് നാം ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. The ideologies of some thinkers stimulated the people of colonies, helped the people of colonies to fight against the exploitative എന്ന് പറഞ്ഞാൽ ചൂഷണം, laws of the British. Let us familiar with those thinkers and their ideology. അവരുടെ ചിന്ത. ഏതൊക്കെ ചിന്തകന്മാരുടെ ഐഡിയോളജികളാണ്, ചിന്തകളാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ സ്വാധീനിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ചിന്തകൻ ജോൺ ലോക്ക് ആണ്. ജോൺ ലോക്കിന്റെ ചിത്രം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. ജോൺ ലോക്ക് പറഞ്ഞത് എന്താണ്? Everyone has some fundamental rights. No government has the right to suspend them. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, ബേസിക് റൈറ്റ്സ് they are having. അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. No government has the right to suspend them. ഹനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കും അത് എടുത്തു മാറ്റാൻ കഴിയുന്നതല്ല. ഒരു ഗവൺമെന്റിന് പോലും എടുത്തു മാറ്റാൻ കഴിയുകയില്ല. അതാണ് ജോൺ ലോക്ക് എന്ന ചിന്തകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യ ശകലം. ഇത് വളരെയധികം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ സ്വാധീനിക്കുകയുണ്ടായി. അപ്പോൾ നാം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ സ്വാധീനിക്കുന്ന ചിന്തകന്മാരെയും ചിന്തകളെയും കുറിച്ചാണ് പഠിക്കുന്നത്. ഇനി അടുത്ത ചിന്തകനും ആരാണെന്ന് നോക്കാം. തോമസ് പെയിൻ. There is something absurd in supposing a continent, that is North America, be perpetually governed by a foreign power. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര
ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. It's totally foolish. Absurd means it is totally foolish that you are supposing that a foreign power every time, perpetually every time, a foreign power permanently will be ruling North America. It's like a foolish thing. If you are thinking in that way, that is absurdity, that is foolishness. So this is the picture of Thomas Paine. ഇതാണ് തോമസ് പെയിന്റെ ചിത്രം. ഇനി എങ്ങനെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫലപ്രാപ്തിയിലേക്ക് എത്തിയത്? അടുത്ത പടിയായിട്ട് വളരെയധികം സംഭവ വികാസങ്ങൾ നടന്നു. എങ്ങനെയാണ് അത് അവസാനത്തെ ലാപ്പിലേക്ക് എത്തിയതെന്ന് നമുക്ക് നോക്കാം. വൻകര ഒന്നാകെ സമ്മേളിക്കുന്നു. The entire continent assembles. Representatives from the 13 colonies of America decided to assemble together. So where was it? How was it? Let us see. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. The delegates, the representatives, the delegate means the representatives of all the colonies except Georgia met at Philadelphia in the year 1774 to protest against the policies and rules imposed by the England. And it is known as the First Continental Congress. So എന്താണ് First Continental Congress? The delegates, the representatives, പ്രതിനിധികൾ 13 കോളനിയിൽ, അതിൽ തന്നെ ജോർജിയ ഒഴിച്ച് അപ്പോൾ 12 കോളനികളുടെ പ്രതിനിധികൾ 1774 ബ്രിട്ടീഷുകാരുടെ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാനായി അവരൊരു സമ്മേളനം വിളിച്ചുകൂട്ടി. അതിനെ നമ്മൾ ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നു. The representatives from the 12 colonies assembled at Philadelphia in the year 1774 to protest against the policies and rules of England. And it is known as the First Continental Congress. And afterwards, what happened? Afterwards, the people of the colonies submitted a petition to the King of England. അതിനുശേഷം അവർ എന്ത് ചെയ്തു? അവർ തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഗവൺമെന്റ് ഒരു പെറ്റീഷൻ രൂപേണ സമർപ്പിച്ചു. അവർ പറഞ്ഞു, ഈ ജനങ്ങൾക്കെതിരെയുള്ള ഈ നിയമങ്ങളിൽ നിന്നും ബ്രിട്ടീഷ് ഭരണകൂടവും പിന്മാറേണ്ടത് എന്ന്. പക്ഷെ അത് അംഗീകരിച്ചില്ല. തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണം. Regulations enforced on industry and commerce should be revocated. നിയന്ത്രണങ്ങൾ നീക്കണം. അത് അംഗീകരിക്കാതെ നികുതി ചുമത്തരുത് എന്നാവശ്യപ്പെട്ടാണ് അവര് പെറ്റീഷൻ കൊടുക്കുന്നത്. നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെന്റേഷൻ. അവര് ഒരുപാട് റെസ്ട്രിക്ഷൻസ്, റെഗുലേഷൻസ്, ഒത്തിരി നിയമങ്ങൾ എല്ലാം തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് നീക്കണം. അത് നീക്കാതെ നികുതി ഞങ്ങൾ നൽകുന്നതല്ല എന്ന് ഉറക്കെ അവർ പ്രഖ്യാപിച്ചു. അത് അടിച്ചമർത്തുന്നതിന് വേണ്ടി രാജാവ് എന്ത് ചെയ്തു? രാജാവ് സൈന്യത്തെ തന്നെ അയച്ചു. ഇങ്ങനെ പ്രതിനിധികളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ജനത ഒന്നായി അവരുടെ പുറത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ നീക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇല്ലെങ്കിൽ നികുതി കൊടുക്കുകയില്ല. അപ്പം തൽഫലമായി എന്ത് സംഭവിച്ചു? ഇംഗ്ലണ്ടും കോളനികളും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഇനി അതാണ് ഒന്നാം കോണ്ടിനെന്റൽ മീറ്റിംഗിന്റെ റിസൾട്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി രണ്ടാം കോണ്ടിനെന്റൽ സമരം അതെന്താണെന്ന് നമുക്ക് നോക്കാം. സമ്മേളനം അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി the Second Continental Congress held at Philadelphia in 1775 elected George Washington as the commander-in-chief of Continental Army. Okay, so they formed Continental Army and the commander-in-chief was George Washington. They made a Continental Army to fight against the oppressive policies of the Britishers. In order to fight against the oppressive policies of the Britishers,
They made a continental army, and who became the commander-in-chief? George Washington became the commander-in-chief. 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ ജോർജ് വാഷിംഗ്ടണെ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായി തിരഞ്ഞെടുത്തു. അവർ വേഗത്തിൽ കാര്യങ്ങൾ നീക്കാനായിട്ട് തുടങ്ങി. ഈ സമയം തോമസ് പെയിൻ തന്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിക്കുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചു. So at that time, Thomas Paine, he wrote a short article. So what do you mean by pamphlet? A short article. And what is the name of that article? Common Sense. And he declared that it is wise for the Americans to break the ties with Britain. Okay, if we think about welfare of Americans better, we should break our relationship with Britain. So that is what Thomas Paine told. അമേരിക്കക്കാർക്ക് ക്ഷേമം ഉണ്ടാകണമെങ്കിൽ, നല്ലത് വരണമെങ്കിൽ ബ്രിട്ടനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കണം. The American Continental Congress issued famous Declaration of Independence on 4th July 1776. അപ്പോൾ അവർ എന്ത് ചെയ്തു? അതിനുശേഷം അവർ എന്ത് ചെയ്തു? 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവർ തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ഒരു ഭാഗമാണ് ഇവിടെ ചിത്രത്തിൽ നൽകിയിട്ടുള്ളത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ചെറു ചിത്രം നിങ്ങൾക്ക് നിങ്ങളുടെ പാഠപുസ്തകത്തിലും കാണാവുന്നതാണ്. അപ്പം ഇത് ജോർജ് വാഷിംഗ്ടന്റെ ചിത്രമാണ്. ആരാണ് ജോർജ് വാഷിംഗ്ടൺ? ആരായിരുന്നു ജോർജ് വാഷിംഗ്ടൺ? Commander-in-Chief of the Continental Army. Now, the war between England and the colonies in North America that began with the Declaration of Freedom ended in 1781. അപ്പോൾ അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ യുദ്ധം നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. ഇംഗ്ലണ്ടും കോളനികളും അവർ തമ്മിൽ സുഖകരമായ ഒരു ബന്ധമായിരുന്നില്ല. അവസാനം 1781 ഇതിനൊരു അറുതി വരികയാണ്. യുദ്ധം അവസാനിക്കുകയാണ്. എങ്ങനെയാണ് യുദ്ധം അവസാനിച്ചത്? ഒരു ഉടമ്പടി ഒപ്പുവെച്ചു. ഏതാണ് ആ ഉടമ്പടി? ട്രീറ്റി ഓഫ് പാരീസ് in 1783. Okay. So finally everything got concluded through the Treaty of Paris, which was signed in the year 1783, and England agreed to give freedom of 13 colonies. Finally England agreed. England told that we are ready to give you freedom. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം 1781 അവസാനിച്ചു. 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായി ഭരണഘടന തയ്യാറാക്കി. പുതിയ ഭരണഘടന പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി ജോർജ് വാഷിംഗ്ടൺ തിരഞ്ഞെടുക്കപ്പെട്ടു. So finally they made a constitution. For making constitution, they convened a constitution convention. They arranged a constitution convention at which place? Again Philadelphia, under whose leadership? Under the leadership of James Madison, and they framed American Constitution. Now, who became the first president of America? George Washington. George Washington became the first president of USA, and the government was formed, or government was carrying on its function according to the provisions which were mentioned in the Constitution. So that's how American War of Independence concluded. Now let us see how the American War of Independence gave inspiration to the people around the world. അമേരിക്കയിൽ നിലവിൽ നിന്നിരുന്ന വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ ഈ സ്വാതന്ത്ര്യ സമരത്തിന് കഴിഞ്ഞു. പിൽക്കാല ലോക ചരിത്രത്തിൽ ഇത് ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, gave direction and motivation to the later freedom struggles and revolutions all over the world. It gave motivation, it gave inspiration, it gave a guidance, or it became a guide
to the freedom struggles in the countries around the world. And at that time, India was also under the control of Britain, and we got inspiration from such freedom struggles. പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകാൻ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം സഹായിച്ചു. Put forward the concept of republican form of government. ഒരു റിപ്പബ്ലിക്കൻ ഭരണരീതി എങ്ങനെയാണ് എന്നുള്ള ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് അമേരിക്കയാണ്. ഫെഡറലിസം, റിപ്പബ്ലിക്കൻ ഭരണരീതി, ഇതെല്ലാം തന്നെ ലോകത്തിന് മുന്നിൽ വെച്ചത് അമേരിക്കയാണ്. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. അമേരിക്കയിലാണ് ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന നിലവിൽ വരുന്നത്. പ്രിപ്പയർഡ് the first written constitution in the world. Now, സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി. ഫെഡറലിസം. What do you mean by federalism? There will be more than one level of government. Central government. In the case of India, we are having central government, state government, and Panchayati Raj institutions. So that is sharing of power from top to the bottom. So that is what we call a federal system of government or federalism. ഒരു ഫെഡറൽ ഗവൺമെന്റ്, ഒരു ഫെഡറൽ ഭരണരീതി എങ്ങനെയാണ് എന്നുള്ള ഒരു പാഠം കൂടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ലോകത്തുള്ള ജനതയ്ക്ക് നൽകുകയുണ്ടായി. അത് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. ഇനി ചില ചോദ്യോത്തരങ്ങൾ, ഈ ഭാഗത്ത് വരുന്ന ചില ചോദ്യോത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, Renaissance made significant changes in human thought, views and life. Let us examine them. ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകം നവോത്ഥാനമാണ്. നവോത്ഥാനത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. നവോത്ഥാനം മനുഷ്യന്റെ ചിന്തയിലും കാഴ്ചപ്പാടിലും ജീവിതത്തിലും ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടായി. അവ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ഹ്യൂമനിസം, സയന്റിഫിക് ടെമ്പർ, growth of literature, rational thinking, spirit of criticism, spirit of inquiry. മാനവികത, ശാസ്ത്രബോധം, സാഹിത്യത്തെ കുറിച്ചുള്ള അവജ്ഞാനം, rational thinking, spirit of criticism, വിമർശിക്കാനുള്ള ആ ഒരു കഴിവ്, അറിയാനുള്ള അന്വേഷണ ത്വര, ഇതെല്ലാം നൽകുകയുണ്ടായി. രണ്ടാമത്തെ ചോദ്യം, no taxation without representation. This was a slogan that thundered along the different parts of North America in the second half of the 18th century. What did people demand through this slogan framed by James Otis? So James Otis രൂപകൽപ്പന ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 18ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമായിരുന്നു ഇത്. ഇത് ആരാണ് രൂപം കൊടുത്തത്? ജെയിംസ് ഓട്ടിസ്. ഈ മുദ്രാവാക്യത്തിലൂടെ ജനങ്ങൾ എന്തെല്ലാമാണ് ആവശ്യപ്പെട്ടത്? നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെന്റേഷൻ. പ്രാതിനിധ്യമില്ലാതെ നികുതി ഞങ്ങൾ അടക്കില്ല. ഭരണ പങ്കാളിത്തം, റെപ്രസെന്റേഷൻ ഇൻ ഗവൺമെന്റ്. ഇറ്റ് ഈസ് ആന്റി പീപ്പിൾ ഇഫ് നോ റെപ്രസെന്റേഷൻ. അതായത് ഞങ്ങൾക്ക് ഭരണ പങ്കാളിത്തം തന്നില്ലെങ്കിൽ, പ്രാതിനിധ്യം തന്നില്ലെങ്കിൽ, അതെന്ന് പറയുന്നത് ജനദ്രോഹപരമാണ്. ഞങ്ങൾ ടാക്സ് പേ ചെയ്യില്ല പ്രാതിനിധ്യം ഇല്ലാതെ. So representation in government, it is anti-people if no representation. Anti-people means against people. That is the meaning of anti-people, and no taxation without representation. Now question number 3. Observe the map and list out 13 colonies in North America. കോളനികളുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ജോർജിയ, മേരിലാൻഡ്, ഡെലാവെയർ, പെൻസിൽവാനിയ, ന്യൂയോർക്ക്, മസാച്യുസെറ്റ്സ്, സൗത്ത് കരോലിന, വെർജീനിയ, ന്യൂജേഴ്സി, കണക്റ്റിക്കട്ട്, റോഡ് ഐലൻഡ് ആൻഡ് ന്യൂ ഹാംഷയർ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കോളനികളുടെ പേര്. ഇനി മെർക്കന്റിലിസ്റ്റ് നിയമങ്ങളെ കുറിച്ചിട്ട് ഉള്ള ചോദ്യമാണ് അടുത്ത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ? So restrictions and taxes in trade, and it spoiled domestic trade in colonies. Restrictions in export, meeting the expenses of British troops. Then British stamps in all legal documents. And what was the effect of this law? It was against the rights and liberty of the people. Then increase in tax, stamp duty. പലതരം നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുകയുണ്ടായി. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഒന്നാമത്തെ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നുണ്ട്. ഇനി അഞ്ചാമത്തെ ചോദ്യം, മൗലിക അവകാശങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ്
അമേരിക്കൻ സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനത്തിൽ പ്രധാനമായിട്ടും ഉള്ളത്? അതാണ് അടുത്ത ചോദ്യം. മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ആണ് ഈ പ്രഖ്യാപനത്തിൽ നമ്മൾ കാണുന്നത്? എല്ലാ മനുഷ്യരും തുല്യരാണ്, എല്ലാവർക്കും ചില അവകാശങ്ങളുണ്ട്. ഓൾ ആർ ഈക്വൽ, എവ്രി വൺ ഹാസ് സർട്ടൻ റൈറ്റ്സ്. റൈറ്റ്സ് ഷുഡ് ബി സെക്യൂർഡ്, അത് സംരക്ഷിക്കപ്പെടണം. ആൻഡ് ഗവൺമെന്റ് ഭരിക്കപ്പെടുന്നവരുടെ സമ്മതം വാങ്ങിക്കേണ്ടതാണ്. ഇനി ഗവൺമെന്റിന് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഗവൺമെന്റിന് പുറത്താക്കാനുള്ള അവകാശം, വോട്ടിംഗ്, അത് നൽകണം. ഇനി ആറാമത്തെ ചോദ്യം. പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് illustrating the various events that led to the formation of USA. യുടെ രൂപീകരണത്തിന് കാരണമായ ചില പ്രധാന സംഭവങ്ങളുടെ ഫ്ലോ ചാർട്ട് നിർമ്മിക്കുക. 1773 ബോസ്റ്റൺ ടീ പാർട്ടി, 1774 ആദ്യത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ്, പിന്നെ രണ്ടാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഇവിടെ രണ്ടാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ്. രണ്ടാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസിൽ ആരാണ് കമാൻഡർ ഇൻ ചീഫ് ആയത്? ജോർജ് വാഷിങ്ടൺ. പിന്നെ തോമസ് പെയിനിന്റെ പുസ്തകത്തിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ വാക്യശകലത്തെ കുറിച്ച്, 1776 സ്വാതന്ത്ര്യ സമരത്തിന്റെ വിളംബരത്തെ കുറിച്ച്, യുദ്ധം, ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധം, പിന്നെ അതുപോലെ അവസാനം എങ്ങനെയാണ് ആ യുദ്ധം അവസാനിച്ചത്. So what are the important events and their corresponding years? Connecting these two things, prepare a flowchart. In the year 1773 Boston Tea Party, 1774 the first Continental Congress, 1775 Second Continental Congress, in which George Washington became the commander-in-chief and Thomas Paine told to break the relationships with Britain, and 1776 Declaration of Independence, 1781 war between England and colonies ended, and 1783 Treaty of Paris. According to Treaty of Paris, 13 colonies of America got independence. And the first Continental Congress, what was the effect? They submitted, what were the demands? They submitted petition to the king to remove the restrictions from industry and all. And that's how the war between England and colonies started. Now, prepare a note on the ideologies of the American War of Independence that are reflected in the Constitution of India. American ഐക്യനാടുകൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ഏതെല്ലാം ആശയങ്ങളാണ് ഇന്ത്യയുടെ ഭരണഘടനയിൽ കാണാൻ കഴിയുക? So various ideologies could be seen in the Constitution of India put forward by American War of Independence. പലയധികം ചിന്താധാരകൾ നമുക്ക് കാണാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ സ്വാധീനിച്ച പലയധികം ചിന്താധാരകൾ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണത്തിലും സഹായിക്കുകയുണ്ടായി. ഒന്ന്, റിപ്പബ്ലിക്കൻ ഭരണരീതി. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തെ അധികാരം, ഏറ്റവും വലിയ അധികാരം, അല്ലെങ്കിൽ നമ്മുടെ പൊസിഷൻ വൈസ് നോക്കുകയാണെങ്കിൽ പ്രസിഡന്റിനാണ് അധികാരമുള്ളത്. അപ്പൊ പ്രസിഡന്റിനെ നമ്മൾ ഇലക്ട് ചെയ്യുകയാണ്. ഗവൺമെന്റിന് പ്രൈം മിനിസ്റ്റർ ഗവൺമെന്റ് ഫോം ചെയ്യാൻ വേണ്ടി പ്രതിനിധികളുണ്ട്. പാർലമെന്റിലേക്ക് നമ്മൾ പ്രതിനിധികളെ ഇലക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും ഇലക്ഷൻ വഴിയായിട്ടാണ് വരുന്നത്. അതിനെയാണ് നമ്മൾ റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന് പറയുന്നത്. ഇപ്പൊ ബ്രിട്ടനിലെ രാജ്ഞി പിന്തുടർച്ച അവകാശമായിട്ട് രാജ്യത്തിന്റെ പരമാധികാരം രാജ്ഞിയുടെ കയ്യിലാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭരണരീതിയെ നമ്മൾ ഒരിക്കലും റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന് പറയില്ല. അതോടൊപ്പം തന്നെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന, ഫെഡറലിസം, ഇതെല്ലാം തന്നെ അമേരിക്കൻ ഭരണഘടനയുടെ സംഭാവനകളാണ്. So which all things? First of all, republican form of government where the head of the government and head of the country are elected. Then first written constitution in the world and gave inspiration to the India to have a written constitution. Then the concept of federalism, and that federal form of government, freedom, authority of states are upheld. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. വളരെ നന്ദി. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചിട്ടായിരിക്കും ഞാൻ ഇനിയുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. Once again, thank you.